ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് മോനും അപ്പനും ബ്ലോഗ്സ് യാത്ര അടവിയിലേക്കാണ്. പത്തനംതിട്ട ജില്ലയുടെ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഏറ്റവും പ്രധാന പോയിന്റാണ് കോന്നി. കോന്നിയിൽ നിന്ന് ഇടതുവശം തിരിഞ്ഞാണ് അടവിയിലേക്ക് പോകേണ്ടത്. ആ യാത്രയിലാണ്. കോന്നിയുടെ പ്രധാന ഭാഗത്ത് സെൻട്രൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഇടതുവശം തിരിഞ്ഞ് പോവുകയാണ്. ഇന്ന് നമ്മുടെ ടൂറ് അടവിയിലേക്കാണ്. നമ്മളിപ്പോൾ മുരിങ്ങമംഗലം പാലത്തിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. ഈ പാലം കടന്നു വേണം അടവിയിലേക്കുള്ള യാത്ര. മുരിങ്ങമംഗലം ആറാണ് തൊട്ട് താഴെ കാണുന്നത്. അങ്ങനെ നമ്മൾ യാത്രയിൽ എലിമുള്ളും പ്ലാക്കലെത്തിയിരിക്കുകയാണ്. അവിടുന്ന് യാത്ര തുടരുകയാണ്. നമ്മുടെ യാത്രയിൽ അടവിയിലേക്ക് ഇനി 5.5 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളിപ്പോൾ വനത്തിൻ്റെ നടുവിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നമുക്ക് കാണാം കേരളം വനം വകുപ്പിൻ്റെ കോന്നി ഡിവിഷൻ, കോന്നി റേഞ്ച് വനഭൂമിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്. അങ്ങനെ വനത്തിൻ്റെ പ്രകൃതി രമണീയമായ ഭംഗികൾ ആസ്വദിച്ചുകൊണ്ടും പകർത്തിക്കൊണ്ടുമാണ് നമ്മുടെ യാത്ര. ഇത് കേരള ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷനാണ്. നോർത്ത് കുമരംപേരൂർ ആണ് ഇതിൻ്റെ ഫോറസ്റ്റിൻ്റെ പേര്. അങ്ങനെ നമ്മൾ യാത്ര തുടരുക. അതാണൊരു മുച്ചക്രത്തിൽ 2 സഹോദരങ്ങൾ യാത്ര ചെയ്തു വരുന്നു. അത് നല്ല അരുവികളുടെയും ചോലകളുടെയും ഒക്കെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. വനത്തിലേക്കുള്ള യാത്രയാണ്. വീണ്ടും ഒരു സൈൻ ബോർഡ് ഫോറസ്റ്റിൻ്റെ. ഇത് വനഭൂമിയാണ്, ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണെന്നാണ് അവർ സൈൻ ബോർഡ് വെച്ചിരിക്കുന്നത്. എന്തായാലും പ്രകൃതി സുന്ദരമായ നല്ല ഓക്സിജൻ, നല്ല വായു, ശുദ്ധവായു നമുക്ക് വലിച്ചെടുത്തുകൊണ്ട് തന്നെയുള്ളൊരു യാത്രയാണ്. നല്ല വനത്തിലൂടെയുള്ള യാത്രയാണ്. വന്യമൃഗങ്ങൾ റോഡ് മുറിച്ചു കടക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ ഫോറസ്റ്റിലെ സൈൻ ബോർഡിൽ പറയുന്നു. രാത്രികാലങ്ങളിലെല്ലാം ആനയുടെയൊക്കെ അതുപോലുള്ള വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യങ്ങളുള്ള ഭാഗമാണിത്. നല്ല വനമേഖലയാണ്. എക്കോ കഫേ, ആരണ്യകം എക്കോ കഫേയിൽ വരെ നമ്മളെത്തി. എലിമുള്ളും പ്ലാക്കൽ തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ഊഞ്ഞാല് ആരണ്യ എക്കോ കഫേ എന്ന് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതായിരിക്കണം തോന്നുന്നു. ഫോറസ്റ്റ് വകുപ്പിൻ്റെ ആയിരിക്കും. ഇക്കോ ടൂറിസം പദ്ധതി 250 മീറ്ററാണ് കാണിക്കുന്നത്. മുണ്ടമുഴി പാലം, മുണ്ടമുഴി ബ്രിഡ്ജുണ്ട് ഇവിടെ. അടവി നേരെ അല്ലേ? അടവി നേരെയാണ്. ഈ ഇടത് സൈഡിൽ കൂടെ പോകുന്നത് തണ്ണിത്തോടാണ്. ഇത് അങ്ങോട്ട് പോകുന്നത് എങ്ങോട്ടാ? ഇവിടെ ആ പ്രദേശത്തേക്ക് പോകുന്നതാണ് ഇടത് സൈഡ്. നമ്മൾ നേരെ കുട്ടവഞ്ചിയിലേക്ക് ഉള്ള യാത്രയാണ്. ഈ തണ്ണിത്തോടെന്ന് പറയുമ്പം, തണ്ണി എന്ന് പറഞ്ഞാൽ വെള്ളം എന്നൊരർത്ഥമുണ്ട്. ഇവിടെ എല്ലാം വെള്ളത്തിൻ്റെ കൂടുതൽ കൊണ്ടായിരിക്കാം തണ്ണിത്തോടം ഇട്ടത്. പിന്നെ തേക്ക് തോടെന്നും ഒരു പ്രദേശം ഇവിടെ അടുത്ത് തന്നെയുണ്ട്. തേക്കിൻ കാട് കൂടുതലുള്ളത് കൊണ്ടാണ് അതിന് തേക്ക് തോടെന്ന് പേരായത്. ഇത് മുന്നിലെ സഹോദരങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു അടവിയിലേക്കുള്ള യാത്രയാണ്. സഹോദരങ്ങൾ അടവിയിലെത്തിയിരിക്കുകയാണ്. ഇനി കാർ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് അതിൻ്റെ ഫീസ് അടച്ച് എനിക്ക് പാർക്കിംഗ് സ്ഥലം ഇവിടെ, അതെ പാർക്കിംഗ് സ്ഥലത്തിലോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. എന്തായാലും വളരെ പെട്ടെന്നുള്ള ഒരു യാത്ര, മാനസിക ഉല്ലാസത്തിന് ഏറ്റവും നല്ല ചെറിയൊരു യാത്രയാണ്. ഇങ്ങനെ നമ്മൾ അടവി എത്തിയിരിക്കുകയാണ്.
കുട്ടവഞ്ചിയിൽ കയറുന്നതിന് 600 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 600 രൂപ ടിക്കറ്റ് എടുത്തു. വലിയ തിരക്കില്ലാത്ത ഒരു സമയമാണ്. രാവിലെയാണ് ഞങ്ങൾ വന്നത്. എന്തായാലും വലിയ തിരക്കില്ല. ചില സമയങ്ങളിൽ ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും ഉച്ച സമയത്തൊക്കെ നല്ല തിരക്ക് കാണും. അടവിയിലെ പൂന്തോട്ടവും ഗാർഡനും ഒക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. അത്